ഹലോ ഗായ്സ്, ദിസ് ഇസ് YMK. വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് സാന്റാ ക്രൂസ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഞാൻ പോകുന്നത് SEEPZ സീപ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെട്രോ സ്റ്റേഷനിലേക്കാണ്. അത് അന്ധേരി ഈസ്റ്റിൽ വരുന്ന മെട്രോ സ്റ്റേഷനാണ്. ഇവിടുന്ന് 40 രൂപയുടെ പോയിൻ്റാണ് ആ മെട്രോ സ്റ്റേഷനിലേക്ക്. താരതമ്യേന അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് ഈ മെട്രോ സൂക്ഷിച്ചിരിക്കുന്നത്, ബിക്കോസ് ഇറ്റ്സ് എ വെരി ന്യൂ ലൈൻ. ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സീപ്സ് മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് ഇവിടുന്ന് ഒരു 20 മിനിറ്റോളം നടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ് കുണ്ടി വാട്ടേ കേവ്സ് അല്ലെങ്കിൽ മഹാകാളി കേവ്സ് എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ. അപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടുന്നതാണിത്. ഈ കേവിൻ്റെ എൻട്രൻസൊക്കെ വളരെ മോശമായിട്ടാണ് വെച്ചിരിക്കുന്നത്. കേവിൻ്റെയൊക്കെ പുറത്തുള്ള ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പോലും തോന്നില്ല, അത്രയ്ക്കും മോശമാണ്. പക്ഷേ കേവിൻ്റെ ആ ഒരു കോംപ്ലക്സ് ഏരിയ ഒരു മതിലിൻ്റെ അകത്ത് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ, കണ്ടില്ലേ, വൃത്തിയായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ സ്ട്രിക്റ്റ് റൂൾസൊക്കെ ആയിരിക്കാം. ബട്ട് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് മച്ച് ബെറ്റർ ദാൻ ദിസ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബുദ്ധിസ്റ്റ് മൊനാസ്ട്രീസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സൊക്കെ ഇതിൻ്റെ വാൾസിൽ കാണാൻ സാധിക്കും. 20 രൂപയാണ് ഇതിൻ്റെ അകത്ത് കയറാനുള്ള ചാർജ്. കൂടുതലും ഇതൊരു മോണോലിത്തിക് കൺസ്ട്രക്ഷൻ സ്ട്രാറ്റജി ആൻഡ് സ്കൾപ്ചർ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലായിടത്തും അല്ല, എന്നാലും പല ഭാഗങ്ങളിലും ഒറ്റക്കല്ലിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പല ഭാഗങ്ങളും ചില ഭാഗങ്ങൾ മാത്രമാണ് മറ്റ് കല്ലുകൾ അടുക്കി വെച്ച് ആ ഒരു രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന പാറ എന്ന് പറയുന്നത് ഇതൊരു ബസോൾട്ട് റോക്കാണ്. അപ്പോൾ ഇതിൽ കാർവ് ചെയ്തിരിക്കുന്നതാണ് ഈ സ്ക്രിപ്റ്റേഴ്സ് ഫുള്ള്. 19 കേവുകളുണ്ട്. അപ്പോൾ ഇതിൽ ഈ 19 കേവുകളെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 15 കേവുകൾ വലുതാണ്, അതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പിൻഭാഗത്ത് ഇതിന് സെക്കൻഡ് ഗ്രൂപ്പ് ഉണ്ട്, 4 എണ്ണം കൂടി ചേർന്നത്. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല, കാരണം ആ ഭാഗത്തൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കാൻ പോയപ്പോൾ ഇവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, അവിടെ ഇപ്പോൾ പാമ്പൊക്കെയാണ് എന്ന് പറയായിരുന്നു. അപ്പോൾ അതൊന്നും ആലോചിക്കണം, ഇതൊരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ഏരിയ ആയിട്ട് വെച്ചിരിക്കുന്നത് ഇത്ര മോശമായിട്ടൊക്കെ നോക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ഏൻഷ്യൻറ്റ് ആളുകൾ ഇതെങ്ങനെയാണിത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇറ്റ്സ് സ്റ്റിൽ മിസ്റ്ററി. അറിയാലോ, ഈ സെയിം മഹാരാഷ്ട്രയിൽ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ എല്ലോറ ശിവ ടെമ്പിൾ, അറിയാലോ, കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കാർവ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഇവിടെ തന്നെയാണ്, ഈ സ്റ്റേറ്റിൽ തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഇപ്പോഴും അത്യാവശ്യം ഇൻടാക്റ്റായിട്ടാണ് ഇത് ഇരിക്കുന്നത് തന്നെ. അപ്പോൾ ബസോൾട്ട് റോക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആണത്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി നിൽക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്, അതാണ് എൻ്റെ മുഖത്തോടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ചെറിയൊരു പേടി തോന്നും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന, ഇപ്പോൾ ഞാൻ ഈ കവർ ചെയ്യുന്ന ഈ സ്റ്റെപ്സൊക്കെ ഇതെല്ലാം ഇത്ര വർഷങ്ങൾ, അതായത് വിത്തിൻ 1st and 6th സെഞ്ച്വറീസിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ആലോചിക്കണം. എത്ര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, റിയലി ബ്യൂട്ടിഫുൾ. ഇതിപ്പോൾ ഇന്ത്യയിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ UAE പോലുള്ള വലിയ രാജ്യത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി ഫാൻറ്റാസ്റ്റിക്. എനിവേ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. 20 രൂപയുടെ ആ ഒരു പ്രത്യേക ഇതിനുണ്ട്. എനിവേ, YMK സൈനിങ് ഓഫ്. വേറൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.